നമുക്കെല്ലാവർക്കും ഒരേ ധ്യാനമാർഗ്ഗമാണോ വേണ്ടതെന്ന് അപ്പോൾ ആലോചിക്കണം. നമ്മളെല്ലാവരും തന്നെ സന്യാസം സ്വീകരിക്കണം. സന്യാസം അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. എന്താണ് ജീവിത ലക്ഷ്യം? നമ്മളുടെ മനസ്സിൻ്റെ ആത്മശക്തിയുടെ വൈഭവത്താലാകുന്നു. നമ്മൾക്കെല്ലാം പല കഴിവുകളുള്ളവരാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ 4 തലങ്ങളാണ്. ജ്ഞാനത്താൽ ചിട്ടപ്പെടുത്തുന്നതാണത്. ഇപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു പലതുമാണ്. നമ്മളുടെ ആത്മവൈഭവമായിട്ട് കിട്ടിയിരിക്കുന്ന ആ കഴിവിനെ ഉണർത്തലാണ്, ഉയർത്തലാണ്. ആ പരം വൈഭവത്തിലേക്കുള്ള സഞ്ചാരമാണ്. ആ ധനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ചിന്തനമാണ്, വിചാരമാണ് ധ്യാനം. വികാരമല്ല ധ്യാനം. അഭിപ്രായങ്ങളല്ല ധ്യാനത്തിൻ്റെ മാർഗം. അറിവാണ്. അഭിപ്രായം മതമാണ്. അഭിപ്രായത്തിലല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്, അറിവിലാണ് ധ്യാനിക്കേണ്ടത്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ഒരേ ധ്യാനമാർഗ്ഗമാണോ വേണ്ടതെന്ന് അപ്പോൾ ആലോചിക്കണം. നമ്മളെല്ലാവരും തന്നെ സന്യാസം സ്വീകരിക്കണം. സന്യാസം അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. എന്താണ് ജീവിത ലക്ഷ്യം? നമ്മളുടെ മനസ്സിൻ്റെ ആത്മശക്തിയുടെ വൈഭവത്താലാകുന്നു. നമ്മൾക്കെല്ലാം പല കഴിവുകളുള്ളവരാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ 4 തലങ്ങളാണ്. ജ്ഞാനത്താൽ ചിട്ടപ്പെടുത്തുന്നതാണത്. ഇപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു പലതുമാണ്. നമ്മളുടെ ആത്മവൈഭവമായിട്ട് കിട്ടിയിരിക്കുന്ന ആ കഴിവിനെ ഉണർത്തലാണ്, ഉയർത്തലാണ്. ആ പരം വൈഭവത്തിലേക്കുള്ള സഞ്ചാരമാണ്. ആ ധനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള ചിന്തനമാണ്, വിചാരമാണ് ധ്യാനം. വികാരമല്ല ധ്യാനം. അഭിപ്രായങ്ങളല്ല ധ്യാനത്തിൻ്റെ മാർഗം. അറിവാണ്. അഭിപ്രായം മതമാണ്. അഭിപ്രായത്തിലല്ല നമ്മൾ ധ്യാനിക്കേണ്ടത്, അറിവിലാണ് ധ്യാനിക്കേണ്ടത്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്.